പ്രാർത്ഥിച്ചിട്ടും അപേക്ഷിച്ചിട്ടും പ്രശ്നം കൂടുതൽ ഗുരുതരമാകുകയാണ്, കൂടുതൽ സങ്കീർണമാകുന്ന സാഹചര്യത്തിലും ഇനി വിശ്വസിച്ചിട്ടും ഒരർത്ഥമില്ലെന്ന് തോന്നുന്ന ചില സന്ദർഭങ്ങളിലും ദൈവത്തിന് അവിടെയും ഒരു അത്ഭുതം ചെയ്യാൻ കഴിയുമെന്നാണ് ഇന്നത്തെ സന്ദേശം. ആമേൻ. ഒരു പ്രതീക്ഷയില്ല, പ്രതീക്ഷിച്ചിട്ടും അർത്ഥമില്ല എന്ന് ചിന്തിക്കുന്ന ചില സാഹചര്യമില്ലേ, അവിടെയും കർത്താവിനൊരു അത്ഭുതമുണ്ട്. അത്ഭുതം ചെയ്യാൻ കർത്താവിന് കഴിയും. മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വാക്യത്തിൽ ഈ പള്ളിപ്രമാണിയുടെ വീട്ടിലേക്ക് യേശു വരുമ്പോൾ അവിടുന്ന് ഈ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് കുറേ പേര് യേശുവിനെ കാണാൻ വരുവാണ്. യേശു പള്ളിപ്രമാണിയുടെ വീട്ടിലോട്ട് പോകുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് കുറേ പേര് വരും. അവൻ പറഞ്ഞു, പള്ളിപ്രമാണിയുടെ മകൾ രോഗിയായിരുന്നു, മരിച്ചുപോയി, ഇനി ഈ ഗുരുവിനെ അസഹ്യപ്പെടുത്തേണ്ട, അവൻ തിരിച്ചു വിട്ടേക്ക്. 5-ാം അധ്യായം 36-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, യേശു ആ വാക്ക്, മരിച്ചുപോയെന്നുള്ള ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയുടെ മുഖം കണ്ടപ്പോൾ പറയാണ്, പള്ളിപ്രമാണിയോട് പറയുന്നത്, നീ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ആമേൻ. ഇന്ന് നിങ്ങളോട് ദൈവത്തിന് പറയാനുള്ളത്, പ്രശ്നം കൂടുതൽ ഗുരുതരമായിരിക്കുന്നു, പ്രാർത്ഥന തുടങ്ങിയപ്പം ഉള്ള വഴിയുടെ അടഞ്ഞിരിക്കുന്നു ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ ആരെങ്കിലുമൊക്കെ പറയുന്നത് കാതുകളിൽ എത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിരാശപ്പെടരുത്. ആ വാക്ക് കാര്യമാക്കണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. വിശ്വസിക്കുക മാത്രം ചെയ്യുക. കർത്താവ് അത്ഭുതം ചെയ്യും. ആണെന്ന് ചെയ്യും. ഹല്ലേലൂയ. കാരണം ബൈബിളിൽ അത് പഠിച്ചു നോക്കുകയും, അബ്രഹാമിന് 99 വയസ്സായപ്പോഴാണ് ദൈവത്തിന് ദൂതന്മാർ വന്ന് പറയുന്നത്, നിനക്ക് അടുത്ത വർഷം തലമുറ വരും. അപ്പം 75-ാമത്തെ വയസ്സിൽ ദൈവം വാഗ്ദാനം പറഞ്ഞതാണ്. അവിശ്വസിക്കാനും സംശയിക്കാനും 100 സാധ്യതയുള്ളൂ. പക്ഷെ ആ വാക്കുകൾ കാര്യമാക്കാതെ, ആ സംശയിക്കുന്ന സാഹചര്യം കാര്യമാക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരുന്നു. പ്രശ്നം സങ്കീർണമായെന്ന് പറഞ്ഞ പോലെ 24 വർഷം അങ്ങ് എടുത്തു. അതിരൂക്ഷമായ ആരോഗ്യ പ്രശ്നങ്ങളിലാണ് അദ്ദേഹം കടന്നു പോകുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് ജീവൻ വെച്ചു. ദൈവം വീണ്ടും ഓർമ്മിപ്പിച്ചപ്പോൾ അവൻ്റെ ശരീരം പുതുതായി മാറി. വാഗ്ദത്തം നിറവേറ്റിക്കൊടുത്തു. ഹല്ലേലൂയ. ദൈവം അത്ഭുതം ചെയ്യും. പ്രശ്നം എത്ര സങ്കീർണമാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ കാര്യമാക്കണ്ട. ഹല്ലേലൂയ. കാര്യമാക്കണ്ട. ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ഇനി ദൈവത്തെ വിളിച്ചിട്ട് എന്താ അർത്ഥം? എല്ലാത്തിനും ദൈവത്തെ വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതിനൊക്കെ ഒരു സമയമുണ്ടെന്ന് പറയുന്നവരില്ലേ? ഇല്ല. ഒരു സമയം, ഒരു പ്രതീക്ഷയില്ലെന്ന് പറയുന്നിടത്തും പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. ചെങ്കടലിന്റെ മുമ്പിൽ വന്നിട്ട് ഇസ്രായേൽ ജനം ഇനി ഇത്രയും വലിയ കടലിന് മുമ്പിൽ കടന്നുകൊണ്ട് പാട്ടുപാടി പ്രാർത്ഥിച്ചിട്ട് എന്നാ കാര്യം? വേറെ വഴി നോക്കാനേ പറയുള്ളൂ. മറ്റേതെങ്കിലും ചെറിയ ചെറിയ വിഷയമൊക്കെ ആണെങ്കിൽ ദൈവം അത്ഭുതം ചെയ്യും. ഇനി ഈ കടലിന് മുമ്പിൽ വന്ന് എന്നാ പ്രാർത്ഥിക്കാനാ? പക്ഷെ അവിടെയും മനുഷ്യന്റെ വാക്ക് കാര്യമാക്കാതെ ദൈവം മോശയോട് പറഞ്ഞു, വിശ്വാസത്താൽ നീ കൈനീട്ടുക. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയും. നമ്മൾ വിശ്വസിച്ചാൽ, ഭയപ്പെടാതെ വിശ്വസിച്ചാൽ ദൈവത്തിന് വളരെ നിസ്സാരമായി ഇടപെടാൻ പറ്റും, അത്ഭുതം ചെയ്യാൻ പറ്റും. നമ്മുടെ ഏത് വിഷയമാണേലും. ഗോലിയാത്തിന്റെ മുൻപിൽ ദാവീദ് വന്ന് നിൽക്കുകയാണ്. ഇപ്പൊ ഗോലിയാത്തിന്റെ വണ്ണവും പൊക്കവും നീളവും കഴിവും യുദ്ധ കായിക അറിവുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ദാവീദിനൊന്നും അറിയില്ല. പക്ഷെ അതൊന്നും കാര്യമാക്കാതെ, അവന്റെ സാധ്യതകളും ഈ ദാവീദിന്റെ അസാധ്യതകളും അപര്യാപ്തതകളും പരിമിതികളും കാര്യമാക്കാതെ ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ ദൈവം അവനെ ശക്തീകരിച്ചു. ഗോലിയാത്ത് പരാജയപ്പെട്ടു. പ്രതിസന്ധികളെയും അതിന്റെ വലിപ്പത്തെയും ആഴത്തെയും ഉയരത്തെയും ഒന്നും കാര്യമാക്കാതെ ദൈവം പറഞ്ഞത് വിശ്വസിച്ചോ, കർത്താവിൽ വിശ്വസിച്ചോ, ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. ഹല്ലേലൂയ. യഹോശാഫാത്തിനെതിരെ 3 രാജ്യങ്ങൾ ഒരുമിച്ച് യുദ്ധത്തിന് വന്ന സംഭവം 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ അവിടെ ദൈവം ഒരു ആലോചന കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ ധൈര്യത്തോടെ പാട്ടുപാടി ആരാധിച്ചു. പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ ശത്രു പരാജയപ്പെട്ടു. ആമേൻ. എത്ര ശത്രുക്കൾ ഏതൊക്കെ രീതിയിൽ എവിടെ നിന്നെല്ലാം പ്രശ്നം കയറി വരുന്നു. ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെയൊക്കെ വീടുകളിലും ചുറ്റുപാടുകളിലും എന്തെല്ലാം പ്രശ്നങ്ങൾ, കുടുംബങ്ങൾക്കകത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ, തലമുറകളിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ, ഏതെല്ലാം രോഗങ്ങൾ. അവിശ്വസിക്കരുത്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് കാര്യമായിട്ട് എടുക്കണ്ട. കർത്താവിന്റെ വചനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും എന്ന് പറഞ്ഞാൽ, അവിടെ അറിഞ്ഞോ വാർത്ത, അവിടെ ഇന്നത് സംഭവിച്ചു, ഇവിടെ അറിഞ്ഞോ വാർത്ത, ഇവിടെ 10,000 വീണു. അപ്പോൾ അതിന്റെ അർത്ഥം അവിടെ 1000 ഇവിടെ 10,000 വീണോ ഞാനും വീഴുമെന്നല്ല.
എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. അതൊന്ന് വിശ്വസിച്ചേ. ആമേൻ. വലത്തും ഇടത്തും ആയിരങ്ങൾ വീണാലും എന്നോട് അടുക്കരുതെന്ന് പറയണം. അതിൻ്റെ വിശേഷത, എൻ്റെ കൂടെ കർത്താവുണ്ട്, ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഈ ലാസറിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ തോമസ്, യേശുവിൻ്റെ കൂടെയുള്ള തോമസ് അവിശ്വാസം പറഞ്ഞു. നമ്മൾ ചാകത്തേ ഉള്ളൂ, അവർ നമ്മളെ കൊല്ലത്തേ ഉള്ളൂ. അങ്ങോട്ട് ചെല്ലുമ്പോൾ സഹോദരിമാർ പറഞ്ഞു ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കും. യഹൂദന്മാരാണെങ്കിൽ പറഞ്ഞു ഇനിയിപ്പോൾ 4 ദിവസമായി നാറ്റം വെച്ച് കഴിഞ്ഞു. ഇങ്ങനെയുള്ള അവിശ്വാസത്തിന്റെ വാക്ക് കാര്യമാക്കാതെ യേശു പറഞ്ഞു, വിശ്വസിച്ചാൽ ഇന്ന് നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിക്കാൻ തയ്യാറായപ്പോൾ ഒരു അത്ഭുതം നടന്നു. വലിയ ദൈവമഹത്വം വെളിപ്പെട്ടു. ലാസർ 4 ദിവസം മരിച്ചിട്ട് 4 ദിവസം കഴിഞ്ഞ് നാറ്റം വെച്ച് പോയ ലാസറിനെ ദൈവം പുറത്തു കൊണ്ടുവന്നു. നിങ്ങളുടെ നാറ്റം വെച്ച വിഷയങ്ങളെ, ഇനി പുറത്തു വരികയില്ലെന്ന് പറയുന്ന വിഷയങ്ങളെ, ഇനി അതുകൊണ്ട് പ്രയോജനമില്ലെന്ന് പറയുന്ന വിഷയങ്ങളെ ദൈവത്തിന് ഉയർത്താൻ പറ്റും. മാനുഷിക വാക്കുകൾ കാര്യമാക്കണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ കടന്നു പോകുന്ന ഏത് പ്രശ്നത്തിലും ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റും. യായിറോസിന്റെ ഭവനത്തിൽ യേശു വന്നു. അവൻ്റെ മകളെ, മരിച്ച മകളെ ജീവനോടെ തിരിച്ചു നൽകി. യേശു വന്നിട്ടുണ്ടെങ്കിൽ അത്ഭുതം നടക്കും. കർത്താവേ, നീ എൻ്റെ വീട്ടിൽ വന്നാൽ ഒരു അത്ഭുതം നടക്കും, ഞാനത് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവ് ചെയ്യും. അത് നിങ്ങളുടെ മക്കളുടെ വിഷയമായിരിക്കാം, ജോലിയുടെ വിഷയമായിരിക്കാം, നിങ്ങളുടെ ഏതെങ്കിലും സാമ്പത്തിക തകർച്ചയുടെ വിഷയമായിരിക്കാം, അല്ല ഡോക്ടേഴ്സ് തള്ളിക്കളഞ്ഞ രോഗത്തിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം. കർത്താവിന് ഒരു കാര്യം അസാധ്യമല്ല. വിശ്വസിക്കുക മാത്രം ചെയ്യുക. അവിശ്വാസത്തിൻ്റെ നെഗറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതൊന്നും കാര്യമാക്കണ്ട. കർത്താവ് ഒരു അത്ഭുതം ചെയ്യും. ഞാൻ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങൾക്കൂടി ഒരു അത്ഭുതം ചെയ്യട്ടെ. പ്രിയ കർത്താവേ, ഇന്ന് ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രശ്നം കൂടുതൽ ഗുരുതരമാകുന്ന, സങ്കീർണമാകുന്ന, ഇനി അതിനകത്തൊരു വിടുതലില്ലല്ലോ എന്ന് ചിന്തിക്കാവുന്ന സാഹചര്യം ഉണ്ടെങ്കിലും അതൊന്നും കാര്യമാക്കാതെ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഞങ്ങൾ ഒന്ന് വിശ്വസിക്കുന്ന കർത്താവേ, നീ ഇന്നും ജീവിക്കുന്ന ദൈവം, നീ ഇന്നും അത്ഭുതം ചെയ്യുന്ന ദൈവം, നിനക്ക് മാറ്റം വന്നിട്ടില്ല. നീ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ. ഒന്നിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഈ മക്കളുടെ വിഷയത്തിന് മേൽ ദൈവം ഇറങ്ങി വരണമേ. കർത്താവ് അത്ഭുതം ചെയ്യണമേ. നിന്റെ മഹത്വം വെളിപ്പെടുത്തും. ഞങ്ങൾ വിശ്വസിക്കുന്നു അത് ഇന്ന് സംഭവിക്കട്ടെ. ഇന്നത്തെ ദിവസം ഈ മക്കളുടെ ജീവിതത്തിൽ ആ അത്ഭുതം നടക്കട്ടെ കർത്താവേ, യേശുവിൻ നാമത്തിൽ. ആമേൻ, ആമേൻ. യേശു ജീവിക്കുന്ന ദൈവം ഇന്ന് അവനൊരു അത്ഭുതം നിങ്ങൾക്കൊണ്ട് ചെയ്യും. നിങ്ങൾ വിശ്വസിക്കുക. ഈ സന്ദേശം പതിവ് പോലെ കുറേ പേർക്ക് ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.